സുഹൃത്തുക്കളെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആളുകൾ കളിക്കുന്നുണ്ടോ? ആളുകളൊന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ജേഴ്സി എടുക്കാൻ വേണ്ടി നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് വന്നതാണ്. ആ പോകുന്ന വഴിക്ക് ഒരു ടർഫിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ പോലെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ കയറി നോക്കുകയാണ്, ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ കളിക്കുന്ന ആളുകൾക്ക് പ്രത്യേകത ഉണ്ട്. ഇവർ മലപ്പുറം ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാവിലെ ഇവർ ഇവിടെ വരും. ഇവിടുന്ന് കുറേ ഫുട്ബോൾ കളിക്കും, എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ ഫ്രീ ആയിട്ട് തിരിച്ചു പോകും. ഈ ക്യാമ്പ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇവർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടികൾ നടത്തുന്നതിന് യാതൊരുവിധ ഫീസും ഇല്ലാതെ കുറച്ച് സന്മനസ്സുള്ള ആളുകൾ ഇവരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇത് കഴിഞ്ഞ് അവർക്ക് പാട്ടിട്ട് കൊടുക്കും, ഡാൻസ് ചെയ്യും. അങ്ങനെ ഈ ഒരു സൺഡേ മോർണിംഗ് ഇവർ വൈബാക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവരെങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ ഇവരെ കൂടെ കയറി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കയറിയത്. എന്തായാലും ഇത് നടത്തുന്ന ആളുകൾക്ക് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ള ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഞായറാഴ്ച രാവിലെകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. യൂത്ത് അലൈവിൻ്റെ നേതൃത്വത്തിൽ വിങ്സ് അലൈവ് നടത്തുന്ന പരിപാടിയാണ് നമ്മൾ ഇവിടെ കൊട്ടപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളതാണ് രക്ഷിതാക്കളും ഡോക്ടർമാരെല്ലാവരും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി, മാനസിക ഉല്ലാസ ക്യാമ്പാണ് ഇവിടെ എല്ലാ ആഴ്ചയും നടക്കുന്നത്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇഷ്ടമുള്ള കുട്ടികൾക്ക് വരാം, പങ്കെടുക്കാം. അവർക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നുള്ളത് രക്ഷിതാക്കളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ കണ്ടിട്ടുള്ള സംഗതിയാണ്, മഞ്ചേരിയുടെ അപ്പുറത്തുനിന്ന് പാണ്ടിക്കാട് ഭാഗത്തുനിന്നൊരു കുട്ടി ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. ഇന്ന് ആ കുട്ടി ഒറ്റയ്ക്ക് ബസ് കയറി വരുന്നുണ്ട്, ആ കുട്ടി ജോലിക്ക് പോകുന്നുണ്ട്, ഉമ്മാനെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു കുട്ടിക്കുണ്ടായി എന്നുള്ളത് സത്യത്തിൽ ഞങ്ങളിൽ തന്നെ അത്ഭുതം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. കൂടാതെ ഇവിടെയുള്ള കുറേ കുട്ടികളും ഇവിടെ വരുന്ന സമയത്ത് അക്രമം നടത്തുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് പരസ്പരം പെരുമാറുന്നത്. അതൊക്കെ കാണുമ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാടാണ്, കുറച്ചൊന്നുമല്ല, ഒരുപാടാണ്. രക്ഷിതാക്കളും തന്നെ വീണ്ടും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരാനും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഞായറാഴ്ച ക്യാമ്പിന് പോകണം. മറ്റ് കല്യാണങ്ങളൊന്നും കുട്ടികളുടെ ചിത്രത്തിലേ ഇല്ല. അവർക്ക് ഈ ക്യാമ്പിൽ എത്തണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആളുകളാണ് ഈ ഒരു